എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നടന്നിരുന്ന ഡൽഹി നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള തിരഞ്ഞെടുപ്പ് വിശകലനമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആം ആദ്മി പാർട്ടിക്ക് എവിടെയാണ് നിർണായകമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ വീഡിയോയിലൂടെ സാധിക്കും. തിരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട കണക്കുകൾ ഇതിനോടൊപ്പം നമ്മൾ ചേർക്കുന്നതാണ്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഡൽഹിയിൽ നമുക്ക് ഇന്ന് നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഗ്രാഫ് നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് കോൺഗ്രസ് നേടിയ വോട്ടുകൾ ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിന് ഒരു നിർണായകമായ ഒരു സ്വാധീനമായെന്ന് നമുക്ക് മനസ്സിലാക്കാം. കോൺഗ്രസിന് ഒറ്റ സീറ്റ് പോലും നേടാനായില്ല എങ്കിലും ആം ആദ്മി പാർട്ടിയുടെ പരാജയം കോൺഗ്രസ് നേടിയ വോട്ട് വിഹിതത്തിന് നിർണായകമായി സ്വാധീനിക്കാൻ സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതുമായി ബന്ധപ്പെടുത്തി നമുക്ക് ചില കണക്കുകൾ നാം നോക്കുമ്പോൾ സംഗം വിഹാർ മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി ചന്ദൻ കുമാർ ചൗധരിയുടെ ഭൂരിപക്ഷം 344 വോട്ടിനായിരുന്നു. എന്നാൽ ചന്ദൻ ചൗധരി ഇവിടെ നേടിയത് 54,049 വോട്ടുകളാണ്. ആം ആദ്മി പാർട്ടിയുടെ നേതാവ് നേടിയത് ദിനേശ് മൊഹാനിയാണ്. 53,705 വോട്ടുകളാണ് കിട്ടിയത്. മൂന്നാമതെത്തിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹർഷിത് ചൗധരിയുടെ 15,863 വോട്ടുകൾ നേടിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ വോട്ടുകളാണ് ഇവിടെ ആം ആദ്മി പാർട്ടിക്ക് ഒരുപക്ഷെ പരാജയം ഉറപ്പിക്കാൻ കാരണമായെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ കൺവീനർ മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ പരാജയത്തിലും കോൺഗ്രസിൻ്റെ വോട്ടുകളിൽ സ്വാധീനമായി ചെലുത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാൾ 4,089 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് BJP സ്ഥാനാർത്ഥിയായിരുന്ന പർവേഷ് സാഹിബ് സിംഗുമായി പരാജയപ്പെടുന്നത്. BJPക്ക് ഇവിടെ 30,088 വോട്ടുകൾ ലഭിച്ചപ്പോൾ അരവിന്ദ് കെജ്രിവാളിനിവിടെ 25,999 വോട്ടുകളാണ് ലഭിക്കുന്നത്. ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ സന്ദീപ് ദീക്ഷിത് 4,568 വോട്ടുകൾ നേടിയെന്ന് മനസ്സിലാക്കാം. ഈ വോട്ടുകളുടെ സ്വാധീനം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ രജീന്ദർ നഗർ മണ്ഡലത്തിലും ഇതേ ചിത്രം തന്നെയാണ്. 1,231 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു BJP സ്ഥാനാർത്ഥി ഉമാങ് ബജാജിൻ്റെ വിജയം. ആം ആദ്മി സ്ഥാനാർത്ഥി ദുർഗേഷ് പഥകാണ് ഇവിടെ രണ്ടാമതെത്തിയത്. എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിനീത് യാദവ് 4,015 വോട്ടുകൾ ഇവിടെ നേടിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെയും കോൺഗ്രസിൻ്റെ വോട്ടുകളുടെ സ്വാധീനം കൊണ്ട് നമുക്ക് ആം ആദ്മി പാർട്ടി ഒരു പരിധിവരെ പരാജയപ്പെടുന്നെന്ന് നമുക്ക് പറയാൻ സാധിക്കും. തിരുലോക്പുരി സീറ്റിൽ വെറും 392 വോട്ടിനാണ് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായ BJPയോട് പരാജയപ്പെടുന്നത്. ഇവിടെ കോൺഗ്രസ് നേടിയത് 6,147 വോട്ടുകളാണ്. ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിലേക്ക് ഈ വോട്ടുകൾ ഗണ്യമായ രീതിയിൽ തന്നെ സ്വാധീനിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ മാളവ്യ നഗറിൽ 2,131 വോട്ടിനാണ് BJP സ്ഥാനാർത്ഥി സതീഷ് ഉപാധ്യായയുടെ വിജയം. കനത്ത പോരാട്ടം നടന്ന മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി സ്വന്തമാക്കിയത് 6,770 വോട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ജംഗ്പുരയിൽ വെറും 675 വോട്ടിനാണ് മുൻ ഉപമുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ നേതാവുമായ മനീഷ് സിസോദിയ പരാജയപ്പെട്ടത്. BJP സ്ഥാനാർത്ഥി തർവീന്ദർ സിംഗ് മാർവയാണ് മനീഷ് സിസോദിയെ ഇവിടെ അട്ടിമറിച്ചത്. ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നേടിയ 7,350 വോട്ടുകൾ മനീഷ് സിസോദിയുടെ പരാജയം ഉറപ്പുവരുത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഗ്രേറ്റർ കൈലാഷിൽ 3,188 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനായിരുന്നു BJP വനിതാ നേതാവ് ശിഖാ റോയിയുടെ വിജയം. ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ സൗരഭ് ഭരദ്വാജിനെയാണ് ശിഖ പരാജയപ്പെടുത്തുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഗർവീത് സിംഗ് ആകെ ഇവിടെ നേടുന്നത് 6,711 വോട്ടുകളാണ്. ഈ വോട്ടുകളും ആം ആദ്മി പാർട്ടിയുടെ തോൽവിയിൽ വലിയ പങ്ക് വഹിച്ചെന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. ഈ മണ്ഡലങ്ങൾക്ക് പുറമെ ബദരി, നങ്കോള, ജാട്ട് എന്നിവിടങ്ങളിലും കോൺഗ്രസ് നേടിയ വോട്ടുകളാണ് ആം ആദ്മിക്ക് തിരിച്ചടിയായതെന്ന് നമുക്ക് മനസ്സിലാക്കാം.
ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മിയും കോൺഗ്രസും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഡൽഹിയിൽ മത്സരിച്ചത്. ആം ആദ്മി 4 സീറ്റിലും കോൺഗ്രസ് 3 സീറ്റിലും മത്സരിച്ചു. എന്നാൽ ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റിലും BJPക്കായിരുന്നു വിജയം. പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യം ഉണ്ടാക്കില്ല എന്ന് അന്ന് ആം ആദ്മി നേതാക്കൾ വ്യക്തമാക്കിയതായിരുന്നു. നിലവിൽ നമുക്ക് മറ്റു ചില കണക്കുകൾ നമുക്ക് പരിശോധിക്കുമ്പോൾ 2020 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 62 സീറ്റുകൾ നേടിയായിരുന്നു ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അന്ന് ഭരണത്തിലെത്തുന്നത്. BJP അന്ന് 8 സീറ്റിലും വിജയിക്കുന്നു. യഥാക്രമം 53.57% വോട്ടായിരുന്നു അന്ന് ആം ആദ്മി പാർട്ടി നേടിയത്. 38.51% BJPയുടെ വോട്ട് ശതമാനം. 2020 4.2% കോൺഗ്രസിന്റെ വോട്ട് വിഹിതം എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ 2025 തിരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് വരുമ്പോൾ ആം ആദ്മിയുടെ വോട്ട് വിഹിതം 43.7% കുതിച്ചെന്ന് മനസ്സിലാക്കാം. എന്നാൽ BJPയും കോൺഗ്രസും വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. BJPക്ക് 45.76 വോട്ട് ലഭിച്ചപ്പോൾ കോൺഗ്രസിന്റെ വോട്ട് വിഹിതം ഇവിടെ 6.37 ഉയർന്നുവെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒരുപക്ഷെ BJPയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിലൂടെ വിജയിച്ചു എന്ന് നമുക്ക് ഈ തിരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ സ്വാധീനവും ആം ആദ്മി പ്രഭയ്ക്ക് മങ്ങലേറ്റു എന്ന് പറയാൻ സാധിക്കും. ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് ഇരു പാർട്ടികളും ഒരുമിച്ചാണ് മത്സരിച്ചിരുന്നു എങ്കിൽ ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിന്റെ ചിത്രം മറ്റൊന്നായേനെ. നിലവിൽ എന്തായാലും BJP നല്ലൊരു മാർജിനിൽ തന്നെ വിജയിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.